രാവിലെ തന്നെ ഫരാജിൻ്റെ കൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ പോക്ക്. എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോവാണ്, അതും ഗേൾസ് ഓൺലി ട്രിപ്പ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഗേജൊക്കെ ട്രെയിനിൽ വെച്ച ശേഷം ഒരു കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ശേഷം നമ്മൾ ട്രെയിനിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഒന്നാമത് ഗേൾസ് ട്രിപ്പാണ്. എൻ്റെ ഇത് സെക്കൻഡ് ഗേൾസ് ട്രിപ്പാട്ടോ. കാരണം ഒരു ഗേൾസ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ടെൻഡൻസി കൂടും. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള ഗേൾസ് ഓൺലി ട്രിപ്പ് ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷനാണ് എല്ലാ ലേഡീസിനോടും. അങ്ങനെ നമ്മൾ ഒരു 11:30 ആകുമ്പോൾ മാംഗ്ലൂർ എത്തി. അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ എടുത്തിട്ട് സ്ട്രെയിറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ പോയത്. കാരണം ഏർലി മോർണിംഗ് ട്രെയിൻ ആയതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഐഡിയൽ കഫേയിലെത്തി. അവിടെ നിന്നും വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്, ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ വിശപ്പുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടുത്തെ ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ടേസ്റ്റ്. അത് സോയാബീനാണ് കേട്ടോ, മറ്റത് നീർദോശയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ മാമിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ഫ്ലാറ്റിൽ പോയിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കാനുണ്ട്, കാരണം പൂട്ടിയിട്ട ഫ്ലാറ്റ് ആണല്ലോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മളെല്ലാവരും ഫ്രഷായി. പിന്നെ അന്ന് മച്ചിലിയിൽ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ആക്ച്വലി, പക്ഷെ അത് പോയിട്ടില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. ഒരു 11:30 നമ്മൾ ഒരു 12:31 ആയിട്ടാണ് അത് കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള വ്യൂ. അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ലൊരു വൈബ്, ഒരു പോസിറ്റീവ് വൈബായിരുന്നു അവിടെ. അങ്ങനെ ഫ്ലാറ്റിലെത്തി കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം ജസ്റ്റ് അവിടെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് നേരെ റൂമിലേക്ക് വന്ന് പിന്നെ കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളായിരുന്നു. അതുപോലെ നമ്മൾ ഡ്രസ് കോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗേൾസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറാപ്പിയാണ് നമുക്ക് കിട്ടുന്നത് ലൈഫിൽ. കാരണം അത്രയും സ്ട്രെസ്സും കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആവണമല്ലോ. നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അത് നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും നമ്മളങ്ങനെ പോകണം. പിന്നെ പിസ്സ മോളിലേക്ക് നേരെ പോയി. അവിടുന്ന് കുറച്ച് ഫോട്ടോസ്, അതിനുശേഷം നമ്മൾ കുറച്ച് പിന്നെ പർച്ചേസ് അന്ന് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് പാനിപ്പൂരി, ചാറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, ഒരു കുഴപ്പമില്ല, ആവറേജ്. പിന്നെ നമ്മൾ ചർമുറ് കഴിക്കാൻ പോയി. ചർമുറ് വാസ് അടിപൊളി. പിന്നെ നമ്മളെങ്ങോട്ട് കൊണ്ടുവന്ന ലാമിയൻ്റെ കയ്യിൽ ഫുൾ പ്ലാൻഡ് ആയിരുന്നു, വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഓരോ ഹാഴ്സും നമ്മൾ സ്പെൻഡ് ചെയ്തത്. ആൾ ഒരു സ്പോട്ട് കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിലേക്ക്, എനിക്ക് തോന്നുന്നത് മേ ബി ലാമിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോയെന്ന്. കാരണം കംപ്ലീറ്റ് ലിസ്റ്റ് ആയിരുന്നു. ഇവിടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് അവിടെ പോകണം, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോകണം. ആൾ കംപ്ലീറ്റ് പാക്ഡ് ആയിരുന്നു. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ട്. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ സ്ഥലങ്ങളൊന്നും കാണാൻ പോയിട്ടില്ല. കംപ്ലീറ്റ് ഫുഡ് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ തണ്ണീർബാവി ബീച്ചിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. ബീച്ച് നല്ല ലോങ് ആണ് കേട്ടോ, പക്ഷെ നമ്മളവിടെ പോകണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ നമ്മൾ പോയി. അവിടെ നിന്ന് ഒരുപാട് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ അടിച്ചു പൊളിച്ച്. ബീച്ച് ശരിക്കും നല്ലൊരു വൈബ് കേട്ടോ, ഒരു പോസിറ്റീവ് വൈബുള്ളൊരു ബീച്ച്. ചെറിയ ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് ശേഷം നേരെ ഏകദേശം ഒരു 7-7:15 നമ്മൾ ഊബർ വിളിച്ചിട്ടായിരുന്നു പോയത്. ആ ഊബർ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചതായിരുന്നു. കാരണം അവിടെ നിന്നും റിട്ടേൺ വണ്ടി കിട്ടാൻ പ്രയാസമാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഊബറിൽ തന്നെ നമ്മൾ റിട്ടേൺ നേരെ റോയൽ ദർബാറിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. കാരണം നമ്മളെ കൂടെ നുസ്രത്ത് മാം ഉണ്ടായിരുന്നു. മാമിന് ഈ വെജ് ഐറ്റംസ് ഒന്നും അങ്ങോട്ട് ദഹിക്കൂല. അപ്പോൾ പിന്നെ ഒരു നേരെങ്കിലും നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അവിടെ പോയി. അവിടെ നിന്നും കുറച്ച് ബട്ടർ നാൻ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് വയറ് ഫുള്ളായി. ശേഷം നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പർദ ഷോപ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടുള്ള പർച്ചേസ് ഒന്നും അന്ന് നമ്മൾ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ നൈറ്റ് നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു 10 minutes വാക്ക് ഉണ്ട് ഇവിടുന്ന്. പക്ഷെ ആ ഒരു 10 minutes വാക്കൊന്നും തീരെ അറിഞ്ഞിട്ടില്ല. കാരണം അത്രയും ചിരിച്ച് കളിച്ചിട്ടാണ് നമ്മൾ നേരെ ചെറി സ്ക്വയറിൽ പോയത്. ചെറി സ്ക്വയർ സത്യം പറയല്ലോ
അടിപൊളി കിഡിലൻ വൈബ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ആ ഒരു നൈറ്റ് വൈബിൽ ഒരു നൈറ്റ് മോഡാണ് അവിടെ. അടിപൊളിയായിരുന്നു. അവിടുന്ന് നമ്മളിതാ ഈ ഒരു ഐസ്ക്രീം വാങ്ങി. ഈ ഒരു ഐസ്ക്രീമിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശേഷം ഓട്ടോ എടുത്ത് നേരെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ഡേ 1 നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ ഫ്ലാറ്റ്സിലേക്ക് പോയി. ഇനി ഡേ 2ൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, അൻറ്റിൽ ദ വെരി നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.